Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ 2026 സെപ്റ്റംബർ 26 നിറക്കെടുക്കാൻ പോകുന്ന ലോട്ടറി ആർക്കൊക്കെ അടിക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് നമ്മളിവിടെ ഒന്ന് നിരീക്ഷിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇതല്ലാതെ വേറൊരു സബ്ജക്റ്റും കിട്ടിയില്ലയോ. അതിന്റെ കാര്യകാരണങ്ങൾ നിരത്തിയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ 26/9/2026 എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ന്യൂമറോളജിക്കൽ പ്രകാരം ഒരു ഭാഗ്യസംഖ്യയായിട്ട് 9 കരുതപ്പെടുന്നത്. അതിലുപരി അസ്ട്രോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ട് നമ്മളിവിടെ വ്യാഴത്തെ അതേമാതിരി ശുക്രനെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രോബബിലിറ്റിയാണ്, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അത് 100% നമുക്കൊരു ലോട്ടറി ഇന്ന സമയത്ത് ഇന്നാർക്ക് അടിക്കുമെന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷെ അതുവരിൽ അതിന്റെ ഒരു ഭാഗ്യവും നിയോഗവും അതുകൂടാതെ നിങ്ങളുടെ ബർത്തിയായിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളുടെ തമ്മിലുള്ള ചേർച്ച വളരെ പ്രാധാന്യമാണെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുകയാണ്. അത് മാത്രമല്ല ഇതൊരു രാശി വെച്ചിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. മെയിനായിട്ട് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വ്യാഴം പാസ് ചെയ്യുന്നത് കർക്കിടക രാശിയിൽ കൂടെയാണ്. പ്രത്യേകിച്ച് ഈ ലോട്ടറി അടിക്കുന്ന ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 26 എന്ന് പറയുന്ന ഡേറ്റില് ഈ പറയുന്ന വ്യാഴം ആയില്യം നക്ഷത്രത്തിൽ പാദം 3 കൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ വരുമ്പം ആയില്യം നക്ഷത്രത്തിന് ഒരു സാധ്യത കൂടുതലുണ്ട്. ഇത് കൂടാതെ നമ്മളിവിടെ ശുക്രനെ നോക്കുവാണെങ്കിൽ ശുക്രൻ ഇന്ന് ഇപ്പൊ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സെപ്റ്റംബർ 26 നോക്കിക്കഴിഞ്ഞാൽ ശുക്രന് തുലാൻ രാശിയിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെന്ന് വരില്ല ചോതി നക്ഷത്രത്തിലെ 2ഉം 3ഉം പാദത്തിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സമയമാണ്. ചോതി നക്ഷത്രത്തിലെ പാദം 2ഉം 3ഉം. സെപ്റ്റംബർ 7 ഈ ഒരു ശുക്രന്റെ ആയിട്ടുള്ള രാശി പരിവർത്തനം ചോതി നക്ഷത്രത്തിലോട്ട് നടക്കുന്നത്. അത് ഏകദേശം ഒക്ടോബർ 23 വരെ നീണ്ടു നിൽക്കും. ഇനിയിപ്പോൾ അടുത്ത ഒരു 1-2 മാസം കഴിയുമ്പോഴത്തേന് ഈ പറയുന്ന അതാണ് ഈ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ. അങ്ങനെ വരുമ്പോൾ നമ്മളിതിപ്പം അത്ര സൂക്ഷ്മമായിട്ട് പറഞ്ഞു. അതുകൂടാതെ നമ്മളിവിടെ കർക്കിടകൻ രാശിയെയും അതുപോലെ തുലാൻ രാശിയെയും കൂടുതലായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഇതിനോട് വേറെ കുറെ കാൽക്കുലേഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ നാളുകാർക്ക് അല്ലെന്നൊരില്ല ഏതൊക്കെ രാശിക്കാർക്കാണ് സാധ്യത കൂടുതൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത എന്നാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. അതിനുപരി വളരെ സൂക്ഷ്മമായിട്ടുള്ള വേറൊരു പ്രഡിക്ഷൻ ഉണ്ട്. അതായിരിക്കും കറക്റ്റ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ 1000 പേര് ജനിച്ചു, 10,000 പേര് ജനിച്ചു. ഈ 10,000 പേരുടെയും പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ടിരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ മാത്രം സാമ്യമുണ്ടെന്നേ ഉള്ളൂ. പല ബാക്കിയുള്ള സാമ്പത്തികമായിട്ടുള്ളതോ അവരുടെ പല രീതിയിലുള്ള താല്പര്യങ്ങള് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ പ്ലാനറ്ററി കോമ്പിനേഷൻ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹസ്ഥിതി അല്ലെ നമ്മുടെ ഗ്രഹനിലയ്ക്കകത്ത് ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി. സപ്പോസ് ഇപ്പോൾ ശുക്രനും നല്ല രാഹുവും കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ലോട്ടറി അടിക്കാൻ വളരെ സാധ്യത കൂടുതൽ. അല്ലെന്ന് വരിയിൽ ശുക്രനും നല്ല രാഹു എന്നാണ് 3, 6, 10, 11 3 3rd ഹൗസ്, അതുപോലെ 6th ഹൗസ്, 10th ഹൗസ്, 11th ഹൗസ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് രാഹു നിന്ന് അവിടെ വീനസ് ശുക്രന്റെ അടുത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല വ്യാഴത്തിന്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് അതികൂടിയ ഹയർ ഡിഗ്രിയിൽ വ്യാഴത്തിന്റെ പൊസിഷൻ കഴിഞ്ഞിട്ട് ശുക്രൻ കൂടെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കാണെന്ന ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് ഓരോരുത്തരുടെ ബർത്ത് ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവുള്ളൂ. അത് തന്നെയല്ല ആ ഒരു പൊസിഷനിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ബർത്ത് ചാർട്ടില് വീനസ് അതായത് ശുക്രന്റെ മുകളിൽ കൂടി ശുക്രൻ പാസ് ചെയ്യുന്ന സമയം വരും. അങ്ങനെ വരുമ്പോൾ 100% ഇങ്ങനെയൊക്കെ ഉള്ള ലോട്ടറി ഇങ്ങനെയുള്ള അല്ലെന്നൊരു അഥവാ ലോട്ടറി അല്ലെന്നൊരില്ല വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പൈസ വരാൻ അല്ലെന്നൊരില്ല ഗേൾ ഫ്രണ്ട് അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു കിട്ടാനോ എവിടെന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അല്ലെന്നൊരില്ല പല രീതിയിലുള്ള നല്ലതായിട്ടുള്ള അസുലഭ നിമിഷങ്ങൾ കിട്ടാനുള്ള സാധ്യതയാണ് ഈ പറയുന്ന പ്രത്യേകിച്ച് ഈ ശുക്രന്റെ ആയിട്ടുള്ള ഒരു പൊസിഷൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് സകല സൗഭാഗ്യം, സമ്പത്തും, ആർഭാടവും, കല, അഭിനയം അങ്ങനെ എല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണ് ഈ ശുക്രന്. ഈവൻ നമ്മളൊരു ഡയമണ്ട് വാങ്ങിക്കണമെന്ന് വരില്ല ശുക്രൻ അറിയാതെ നടക്കത്തില്ല. അതുപോലെ വണ്ടി, പുതിയ വണ്ടികള് നിങ്ങൾ വിചാരിക്കും ചിലപ്പോഴേ ലോട്ടറി അടിച്ചിട്ടില്ല, ചിലപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കാൻ ആ ഒരു സമയത്ത് പറ്റിയാലും ശുക്രൻ കനിയാതെ ഒരു കാരണവശാലും പറ്റുകയില്ല. അതാണ് ഈ ശുക്രന്റെ ആയിട്ടുള്ള ഇവിടെ പൊസിഷന് എടുത്തു പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. എല്ലാ ഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതും ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്നതും. ഇപ്പൊ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ
നമുക്കറിയാം വ്യാഴത്തിന് ഒരു കണ്ണുണ്ട്. ഇവിടെ ഓരോ ജീവജാലങ്ങളെ സൃഷ്ടിക്കും. ആ ഒരു സൃഷ്ടിയുടെ പിന്നിൽ പ്രപഞ്ചത്തിൻ്റെ ആയിട്ടുള്ള ഒരു കരങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ചില ആൾക്കാർ അന്ധമായിട്ട് വിശ്വസിക്കും, ചില ആൾക്കാർ ഒരു രീതിയിലും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഒരു സൃഷ്ടിയുണ്ട്, സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം അത് സംശയമുള്ള ആൾക്കാരോട് പിന്നെയും ചോദിക്കാൻ വരും, മാങ്ങയാന്നോ മാങ്ങാണ്ടിയാന്നോ ആദ്യം ഉണ്ടായത്, അല്ലെന്ന് വരിയില്ലേ മുട്ടയാന്നോ കോഴിയാന്നോ ചോദിക്കേണ്ടി വരും. അപ്പം വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള പ്രാധാന്യം, ശുക്രൻ്റെ ആയിട്ടുള്ള ഈ പ്രാധാന്യം കണക്കിലെടുത്താണ് നമുക്കിപ്പം ഇവിടെ ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് നോക്കാം. ഏതൊക്കെ നാളുകാർക്ക് അല്ലെ ഏതൊക്കെ രാശിക്കാർക്കായിരിക്കും സാധ്യത കൂടുതലെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക എന്നിവയ്ക്കൊരു സാധ്യതയുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക ഈ ഒരു 3 നാളുകാർക്ക് പ്രത്യേകിച്ചൊരു സാധ്യത ഇവിടെ കൽപ്പിക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നാളുകൾ നോക്കേണ്ടി വരും. രോഹിണി, മകയിരം, തിരുവാതിര, പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രം ഈ പറയുന്ന ഒരു പ്രസൻസ് ഈ വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സാധ്യത വളരെ കൂടുതലാണ്. വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു കണക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. അടുത്ത നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നാളുകൾ പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകൾക്കും സാധ്യത വളരെ കൂടുതലാണ്. പുണർദം, പൂയം, ആയില്യം. അതുപോലെ മകം, പൂരം, ഉത്രം നാളുകൾക്കും അടുത്തൊരു സാധ്യത. മകം, പൂരം, ഉത്രം നാളുകാർ. അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിത്തിര, ചോതി, വിശാഖം എന്നീ ഒരു കോമ്പിനേഷൻ വരുന്നു. പ്രത്യേകിച്ച് ചോതി നക്ഷത്രത്തെ പറ്റി എടുത്തു പറയുന്നു. അതുകൂടാതെ ആയില്യം നക്ഷത്രത്തെ കൂടെ എടുത്തു പറയുന്നു. ഇവിടെ ആയില്യം നക്ഷത്രത്തിന്റെ 3-ാം പാദവും ചോതി നക്ഷത്രത്തിന്റെ 2ഉം 3ഉം പാദത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നത്. കാരണം ഈ ഒരു ചോതി നക്ഷത്രത്തിന്റെ മുകളിൽ കൂടി ഈ പറയുന്ന ശുക്രൻ ഈ പറയുന്ന ലോട്ടറി അടിക്കുമെന്ന് പറയുന്ന ദിവസം പാസ് ചെയ്യുന്ന ഒരു ദിവസിയാണ്. അതുപോലെ ആയില്യം നക്ഷത്രത്തിന്റെ മുകളിൽ കൂടെ വ്യാഴം എന്ന് പറയുന്ന ജീവഗ്രഹം പാസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ വരില്ല, നിങ്ങളിവിടെ വിചാരിക്കേണ്ടത് ഇതൊരു രാശി വെച്ചിട്ടുള്ള ഫലപ്രവചനമാണ്. ഇതിനുപരി നിങ്ങളുടെ ബർത്തിയാട്ടിലെ വ്യാഴത്തിന്റെ മുകളിൽ കൂടെ വ്യാഴം കറക്റ്റ് ഇത്ര ഡിഗ്രി പാസ് ചെയ്യുകയും അതുപോലെ ശുക്രന്റെ മുകളിൽ നിങ്ങളുടെ ബർത്തിയാട്ടിലെ ശുക്രന്റെ മുകളിൽ ശുക്രൻ പാസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 100% ഇതിന്റെ ഫലം കിട്ടുന്നതെന്നുള്ള കാര്യങ്ങൾ മറക്കാതിരിക്കുക. അങ്ങനെയുള്ളവർക്ക് 100% സാധ്യതയാണ്. പക്ഷെ നമുക്കിവിടെ ഓരോരുത്തരുടെയും ബർത്തിയാട്ട് നോക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റും ഇന്ന സമയത്താണെന്ന്. അത് കാരണം ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ ഇന്റേണൽ പ്ലാനറ്ററി പൊസിഷന്, അതായത് ഗ്രഹങ്ങളുടെ സ്ഥിതിയുമെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അതിനനുസരിച്ച് പറയാൻ സാധ്യതയുള്ളൂ. ഈ വർഷത്തെ ഈ ബമ്പർ ലോട്ടറി എന്ന് പറഞ്ഞാൽ 30 കോടിയുടെ ആണല്ലോ. 30 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. നല്ലൊരു ടാക്സ് കൊടുത്തു കഴിഞ്ഞാലും ഒരാൾക്ക് ഇത്ര ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാനുള്ള നല്ലൊരു സമ്പത്താണ് കിട്ടുന്നത്. അപ്പോൾ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുകയില്ല. വിലമതിക്കാത്ത ഒരു സമ്പത്താണ് സാധാരണ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ. അത് തന്നെയല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നത്തെ സമയത്ത് എന്തെങ്കിലും ഒരു ഇൻകമായിട്ട് അല്ലെ ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കുന്നു. എന്തായാലും ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കൂടുതലായിട്ടുള്ള ഡൗട്ട്. കാരണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ടൈമോ അറിയാതെ നമുക്ക് ഒരു കാരണവശാലും ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ഇനിയും വേറൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം.